കുറച്ച് കട്ടിയൊക്കെ ഉള്ള ഒരു കാർഡ്ബോർഡ് പെട്ടിയും ഗ്രീൻ കളറിലൊരു തോരണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു റിംഗ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അടപ്പുപാത്രമൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു റൗണ്ടൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കട്ട് ചെയ്തെടുക്കും. പശയൊന്നും ഒട്ടിക്കാതെ തന്നെയാണ് ഞാൻ ഇതൊന്ന് റൗണ്ടിൽ ചുറ്റി എടുക്കുന്നത്. ഇതിൻ്റെ അടുക്കാണെങ്കിൽ ഒരു ചെറിയ കമ്പി കൊടുത്ത സാധനമാണ്, അത് നല്ല ഫ്ലെക്സിബിൾ. അതുകൊണ്ട് പശയൊന്നും ഇല്ലാതെ തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 തോരണം വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. ഒരു തോരണത്തിന് 30 രൂപയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ബെൽസ് തൂക്കാൻ വേണ്ടി ബ്ലാക്ക് കളറിൻ്റെ നൂലാണ് ഉപയോഗിച്ചത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്തിൽ ഏത് വെക്കണമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒട്ടിച്ച സെല്ലോ ടേപ്പാണ്. അത് മാറ്റിയിട്ട് പുതിയൊരു സെല്ലോ ടേപ്പൊക്കെ വെച്ച് അതും റെഡിയാക്കി എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റാർ വെക്കണോ ബോൾ വെക്കണോ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. ഈ സ്റ്റാറിനെക്കാട്ടി ബോൾ വെക്കുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ നന്ദു പറഞ്ഞ് ഇത് രണ്ടും വേണ്ട, ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നത് നല്ലതെന്ന്. എന്തായാലും നിങ്ങൾ ഏതാണ് നല്ലതെന്നൊന്ന് പറഞ്ഞേക്കണേ. എന്തായാലും ഞാനിപ്പം പ്ലെയിൻ ആയിട്ട് ഈ ഒരു ബെൽസും ഈ റിബണും മാത്രം വെച്ചിട്ടാണ് റെഡിയാക്കി എടുത്തേക്കുന്നത്. അതുപോലെ അല്ലെങ്കിൽ ഇത് തെർമോക്കോൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്തായാലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ഷോർട്സിൽ ക്രിസ്മസ് ട്രീ ആയിട്ട് കാണാവേ.